പിള്ളേരൊക്കെ ആരെന്നെ പിടിച്ചേക്ക്. ഏതാണ് ടീം? ചിലപ്പോ നമ്മുടെ മാച്ച് കണ്ടിട്ട് IPL വിളിക്കാൻ വന്നായിരിക്കും. രാജസ്ഥാൻ റോയൽസ് അങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ 11 ഹീറോസിന്റെ ടൂർണമെന്റ് ഉണ്ടാവുന്നെങ്കിൽ എനിക്കൊരു ചാൻസ് കിട്ടും. അതെ, ഈ സ്വപ്നം കാണുന്നതിന് ഒരു ലെവലിൽ സ്റ്റാൻഡേർഡ് ഒക്കെ വേണം. ഓടാ അവിടെ നിന്ന്. ആ ഇതേ കാറ് പോയി. ഇപ്പൊ പോയില്ലേ രാജസ്ഥാൻ റോയൽസ്? നല്ല സാധനമല്ലേ? നല്ലതും കിട്ടിയാ കോടി പിള്ളേർ അവിടെ വലുത് പിടിക്കുന്നുണ്ട്. എന്തെങ്കിലും കൊടുത്താൽ കിട്ടുമായിരിക്കും. അതിലൊരു ചരക്കുണ്ടല്ലോ. ഈശ്വര പാമ്പാണ്. വാസ്തവം പറയാൻ നമ്മുടെ ഈ നാട് കൂട്ടുകാരൊക്കെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ലൈഫിൽ എന്താണ് ഉള്ളത്? എന്താണ് രാവിലെ ഒരു നാടക ഡയലോഗ്? ഒന്നുമില്ല. കാര്യം മീൻ പിടിക്കണ കണ്ടോണ്ടിരിക്കുമ്പോ അവനൊരു കൗരി പറഞ്ഞു. ജോസ് രാവിലെ തൊട്ടാ മൂടോട്ടാ. എന്താണ് കാര്യം? വീട്ടുകാർക്ക് ഞാനിവിടെ നിൽക്കുന്ന ഇഷ്ടമല്ലടാ. ഗൾഫിൽ പറഞ്ഞുവിടാൻ വേണ്ടി പൈസ കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ജീവിക്കാനുള്ള പൈസ ഇവിടെ കിട്ടൂലേ? പോയി കാശ് ഉണ്ടാക്കാൻ ജീവിക്കണം, അത്രയല്ലേ ഉള്ളൂ. ചോദിച്ചാ അവള് തരുവോടാ? നീ ഭയങ്കര പിടുത്തമാണല്ലോ. ഈ മീൻ ഞങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്കിനി പിടിച്ചു തരാൻ ഇവിടെ ആളുണ്ടല്ലോ. മീനം കൊടുത്തേക്ക് മോളെ, കിട്ടിയ വാങ്ങിച്ചു പോയിക്കോ. ചന്ദ്രനെ ചുറ്റിക്കാതെ അത്ര എളുപ്പമുള്ള കാര്യമില്ല കേട്ടോ. അയാളുടെ ബിൽഡിംഗ് കയറി റെയ്ഡ് ചെയ്യുക, അറ്റാക്ക് ചെയ്യാൻ നോക്കുക, ആകെ അൽക്കുലത്താവും. നിങ്ങളുടെ കാണിക്കാൻ വിവരമൊക്കെ ഇടുന്ന ക്ലബിൻ്റെ പേരിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരും. പോലീസ് സ്റ്റേഷനിലെ കംപ്ലൈൻ്റ് ആയിട്ട് വേണ്ട, ഒരു പരാതി ഇട്ട് പറഞ്ഞാൽ എഴുതി കൊടുക്കാനൊന്നും വേണ്ട. എഴുതി കൊടുക്കാണ്ട് പറ്റുമോ? എഴുതി കൊടുത്തു. മനോജും ഞാനും ഒപ്പിട്ടു. ഒപ്പിട്ട് കഴിഞ്ഞിട്ടാണ് ചർച്ച. ഇത്തവണത്തെ പിരിവിനെ ജൂനിയേഴ്സ് ബാച്ചിന് വേറെ ടീമായിട്ട് വിടണം. പിരിവൊന്നും വലിയ കാര്യമായിട്ടൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. പരിപാടിയൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞു? നാടകമില്ലേ? നമ്മളെ നാടകമല്ലേ? കഴിഞ്ഞ പ്രാവശ്യം അതിന് കിട്ടിയ കൂലി നിനക്ക് അറിയാലോ ജോസേ. അയ്യോ, നാടകത്തിന്റെ കുഴപ്പമല്ല. ഇത് ഈ മനോജ് ഓവറാക്ട് ചെയ്ത് ചളവാക്കിയതാ. ഇപ്രാവശ്യം വേറെ ഹീറോയാ. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. നാടകത്തിന് ഡയറക്ടർമാരുടെ ഹീറോ ഞാൻ തന്നെയാ. കൂട്ടത്തിൽ ഗ്ലാമറും അഭിനയിക്കാനുള്ള കഴിവും ഹീറോ ലുക്കും എനിക്കല്ലേ, അല്ലാതെ ബൈജോട്ടം പറയട്ടെ. ആടാ, നീ ഇങ്ങനെ അഭിനയിച്ചോ? ഭാവിയിൽ ജയറാമല്ലേ നീ? അയ്യോ ബൈജോട്ടാ, പോലീസ്! പോലീസ് പോയി കയറി പോന്നോ? പിന്നെ ക്ലബിന്റെ വാർഷികത്തിന് ഇപ്രാവശ്യം നാടകത്തിൽ ഞാനും ഉണ്ട് കേട്ടോ. കഴിഞ്ഞ കൊല്ലം എന്നെ കൂട്ടിയില്ല. എടാ, ഇതിന്റെ ഇടയ്ക്കാണോടാ സെൽഫ്? ഞാൻ കാണട്ടെ. പോലീസിന് ഭയങ്കര പേടിയല്ലേ? അമ്മേ, ഇത് നോക്ക്. ദൈവമേ, എന്ത് പറ്റി? ശരിക്കുവാണോടി? കുഴപ്പമൊന്നുമില്ല അമ്മ, എല്ലാരും കോമഡി ആയിട്ടാ പിക്ക് അയച്ചേ. അതിലേക്ക് അയച്ചതാ ഇത്. ഇത് ചിരിച്ചല്ലേ ഇരിക്കുന്നേ? കുഴപ്പമൊന്നും കാണില്ല. പുതിയ വീഡിയോ വന്നു. അവൻ എന്താ പറ്റിയെന്ന് കരുതി അവള് വിഷമിച്ചിരിക്കുന്നു. നീ വിഷമിക്കൊന്നും വേണ്ടടി. അവനിവിടെ വരുമ്പോഴേ ഇതൊന്നും നമ്മളാരും അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട. പുതിയ നമ്പർ ഇടും അവനിപ്പോ വന്നിട്ട്. ഇതെന്താ ഈ വേഷം? ഈ വേഷം ഇത് കവി
കവി കവി. സുരേന്ദ്രൻ അങ്ങളുടെ ജുബയല്ലേ? അതെ, ഈ നാടകത്തിൽ അച്ഛനൊരു കവിയുടെ വേഷം. അവർക്ക് ഭയങ്കര നിർബന്ധം അച്ഛൻ നീ റോളൊക്കെ ചെയ്യും. ക്ലബിന്റെ വാർഷികം വരെയല്ലേ ഡി? അമ്മ എവിടെയടി? ആ തോർത്തിനടുത്ത് എനിക്കൊന്ന് കുളിക്കണം. എന്താ വാതിൽ പറഞ്ഞേ? അതെ, എനിക്ക് രാത്രി കഴിക്കാനൊന്നും വേണ്ട. ഞാൻ പുറത്തുനിന്ന് 2 പൊറോട്ട കഴിച്ചു. നാടകത്തിലേ അകർത്തം വിളിച്ച് ഭയങ്കര ക്ഷീണം. നീ കുറച്ച് വെള്ളം ചൂടാക്ക. അകത്തെ ഭിത്തിയലമാരിയിൽ തൈലയിരിപ്പുണ്ട്. നാളെ എനിക്കൊരു ബിരിയാണി വാങ്ങി തന്നാൽ ഞാൻ തടവിത്തരാം. ചൂടുവെള്ളം വേണ്ടേ? എനിക്കൊരു കാര്യം മനസ്സിലായി. ബൈജുവേട്ടൻ കിണറ്റിൽ വീണാ പോലും എൻ്റെ അടുത്ത് പറയില്ല. നീ കരയില്ലേടി. അടുത്ത തവണ കിണറ്റ് വീഴുമ്പോ ഞാൻ എന്തായാലും പറയാം. സത്യം. കളിയാക്കുവാ അല്ലേ? ബൈജുവേട്ടൻ എന്തെങ്കിലും പറ്റി എനിക്ക് എന്ത് വിഷമാകും. സത്യമായിട്ടും പറയാം. തൽക്കാലം എന്നെ ഉറങ്ങാൻ വിടും. ഞാൻ ഒറ്റ കുത്തുവെച്ചതാണല്ലോ. കിടന്നോളി. കഴുതേ, എന്താ? എന്റെ നടുവിന് ഭയങ്കര വേദന. ഒന്ന് തിരുമിത്ത. കണ്ടില്ലേ, അപ്പോഴേ പറഞ്ഞല്ലേ. ഇവിടെ എവിടെയാ? അവിടെ അവിടെ